ഹായ്, എൻ്റെ പേര് ഡോക്ടർ മേഘ വിൽസൺ. ഞാനൊരു വെറ്റിനറിയനാണ്. ആനിമൽ റിലേറ്റഡ് അല്ലെങ്കിൽ വെറ്റിനറി റിലേറ്റഡ് കണ്ടൻസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഡു ഫോളോ മൈ ചാനൽ ദ വെറ്റ് വോയേജസ്. ഫെലൈൻ പാൻലൂക്കോപ്പീനിയ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പൂച്ചകൾ കാണുന്ന ഈ അസുഖത്തിനെ കുറിച്ചാണ്. ഫെലൈൻ പാർവോ വൈറൽ എൻട്രൈറ്റിസ്, ഫെലൈൻ ഡിസ്റ്റംബർ എന്നൊക്കെ ഈ അസുഖത്തിന് പേരുണ്ട്. നായ്ക്കളിൽ കാണുന്ന പാർവോ വൈറൽ ഇൻഫെക്ഷൻ ഉണ്ടല്ലോ, അതിൻ്റെ സെയിം ഫാമിലിയിൽ വരുന്ന ഒരു വൈറസാണ് ഇത്. പക്ഷേ പൂച്ചകളിൽ നിന്ന് നായയിലേക്ക് ഈ അസുഖം ഇതുവരെയും ട്രാൻസ്മിറ്റ് ചെയ്തിട്ടില്ല. ഈ അസുഖം നമ്മുടെ നാട്ടിൽ വളരെ കോമൺ ആയിട്ടുള്ളൊരു അസുഖമാണ്. എല്ലാ പൂച്ചകളിലും നമ്മൾ ഈ ഫെലൈൻ പാൻലൂക്കോപ്പീനിയൻ്റെ വൈറസ് നമ്മൾ കാണും. കുറേ എണ്ണം ഡെഡ് ആവാനുള്ള ഒരു കാരണം ഇത് തന്നെയാണ്. പക്ഷെ എന്നാലും നമ്മൾ ചിലപ്പോൾ ഈ പേര് ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നുണ്ടാവുക. പൂച്ചേനെ കുറേ കാലങ്ങളായിട്ട് വളർത്തുന്നവരാണെങ്കിലും ഇങ്ങനെ ഒരു അസുഖത്തിനെ കുറിച്ച് ആരും തന്നെ അറിഞ്ഞിട്ടും ഉണ്ടാവില്ല. ഇതിനുള്ള ഒന്നാമത്തെ കാരണം എന്താണെന്ന് വെച്ചാൽ, എന്തെങ്കിലും അസുഖം വന്നു കഴിയുന്നുണ്ടെങ്കിൽ പൂച്ചകൾ അവരെ തന്നെ ഐസൊലേറ്റ് ചെയ്യാൻ ശ്രമിക്കും എന്നുള്ളതാണ്. അതായത് നമ്മളിപ്പോൾ സ്ഥിരമായി വീട്ടിൽ വളർത്തുന്ന പൂച്ചയാണെങ്കിൽ പോലും പെട്ടെന്ന് ദിവസം ആ പൂച്ചനെ കാണുന്നില്ല, എവിടെ പോയിന്ന് അറിയില്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞത് കേട്ടിട്ടുണ്ടല്ലോ. അതിൻ്റെ ഒരു കാരണം ഇതാണ്. അതായത് അവർക്ക് വല്ലാണ്ട് വയ്യാതെ ആവുമ്പോൾ അവരെ തന്നെ ഐസൊലേറ്റ് ചെയ്യാനാണ് എപ്പോഴും ശ്രമിക്കുക. രണ്ടാമത്തെ കാരണം, ഈ അസുഖത്തിൻ്റെ ലക്ഷണങ്ങളൊക്കെ ഒരുപാട് അസുഖങ്ങളായിട്ട് ബന്ധമുള്ളതാണ്. അതായത് ഛർദി, വയറ്റുന്നു പോക്ക്, പിന്നെ ക്ഷീണം, പനി, ഇങ്ങനെയൊക്കെ മാത്രമാണ് അധിക ലക്ഷണങ്ങളും പുറത്ത് കാണിക്കുക. അതുകൊണ്ട് തന്നെ ഇത് ഇങ്ങനൊരു മാരകമായിട്ടുള്ളൊരു അസുഖമാണെന്നുള്ളത് നമ്മൾ പലപ്പോഴും മനസ്സിലാക്കാതെ പോകുന്നു. മറ്റു വൈറസുകളെ പോലെ തന്നെ അസുഖമുള്ള മൃഗങ്ങളിൽ നിന്നാണ് പൂച്ചയ്ക്ക് ഈ അസുഖം കിട്ടുക. പക്ഷേ അതിന് എതിരായിട്ട് നമ്മളിപ്പോൾ സാധാരണ ഭക്ഷണപാത്രത്തിൽ നിന്നും വെള്ളപ്പാത്രത്തിൽ നിന്നും ഒക്കെയാണ് സാധാരണ നമ്മളിങ്ങനെ മറ്റ് മൃഗങ്ങളിൽ നിന്ന് അസുഖം വരിക എന്ന് പറയാം. പക്ഷെ അത് കൂടാണ്ട് തന്നെ ഈ അസുഖം ഉണ്ടായിട്ടുള്ളൊരു പൂച്ച ഉള്ള സ്ഥലമാണെങ്കിൽ മാസങ്ങളും ചിലപ്പോൾ വർഷങ്ങളും വരെ ഈ വൈറസ് വെറും മണ്ണിൽ വരെ നിർജ്ജീവമായിട്ട് കിടക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു അസുഖം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്ഥലം ഡിസിൻഫെക്റ്റ് ചെയ്യുന്നതും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. മറ്റുള്ള വൈറസിനെ പോലെ ഇതത്ര വീക്കായിട്ടുള്ള ഒരു വൈറസ് അല്ലാത്തതുകൊണ്ട് തന്നെ ബ്ലീച്ചിങ് പൗഡർ നല്ല കോൺസെൻട്രേഷനിൽ യൂസ് ചെയ്ത് മാത്രമാണ് ഇതിന് ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ അസുഖം ഇനി ഒരു പൂച്ചയുടെ ശരീരത്തിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 മുതൽ 7 ആഴ്ചയ്ക്കുള്ളിലാണ് ഓരോ ലക്ഷണങ്ങൾ കാണിക്കാൻ തുടങ്ങുക. ഇത് എപ്പോഴും ടാർഗറ്റ് ചെയ്യുക ദ്രുതഗതിയിൽ ഡിവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സെൽസിനെയാണ്, ആക്റ്റീവ്ലി ഡിവൈഡിങ് സെൽസ്. അതിൽ ആദ്യത്തേത് WBC, വൈറ്റ് ബ്ലഡ് സെൽസ് അല്ലെങ്കിൽ ശ്വേതരക്താണുക്കളെയാണ്. ശരിക്കും പറയാച്ചാൽ ഫെലൈൻ പാൻലൂക്കോപ്പീനിയ ഈ പേര് വരാൻ തന്നെ കാരണം ഇതാണ്. പാൻ എന്ന് വെച്ചാൽ എല്ലാ, ലൂക്കോ എന്ന് പറഞ്ഞത് വൈറ്റ് കളറിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇവിടെ ഈ കാര്യത്തിൽ വൈറ്റ് ബ്ലഡ് കോർപ്പസെൽസിനെയും പിന്നെ പീനിയ എന്ന് പറഞ്ഞാൽ വളരെയധികം കുറയുക എന്നുള്ളതാണ് അർത്ഥാക്കുന്നത്. അങ്ങനെ എല്ലാ വൈറ്റ് ബ്ലഡ് സെൽസും കുറയുന്ന അസുഖം, അങ്ങനെയാണ് ഫെലൈൻ പാൻലൂക്കോപ്പീനിയ എന്നുള്ള പേര് തന്നെ വന്നിരിക്കുന്നത്. വൈറ്റ് ബ്ലഡ് സെൽസിന് നമ്മുടെ രോഗപ്രതിരോധത്തിലും വളരെയധികം പങ്കുണ്ട്. അതുകൊണ്ട് ഈ അസുഖം വന്ന് വൈറ്റ് ബ്ലഡ് സെൽസ് കുറയുന്നതോടൊപ്പം തന്നെ നമ്മുടെ രോഗപ്രതിരോധവും ഭയങ്കരമായിട്ട് കുറയും. അപ്പോൾ ബാക്കിയുള്ള അസുഖങ്ങൾ വന്നിട്ട് മരിക്കാനുള്ള ചാൻസും കൂടുതലാണ്. ഇതേപോലെ രണ്ടാമതായിട്ട് ഇങ്ങനെ ആക്റ്റീവ്ലി ഡിവൈഡിങ് ആയിട്ടുള്ള ഒരു സെല്ലാണ് നമ്മുടെ കുടലിലുള്ളത്, ഇൻറ്റസ്റ്റൈനൽ സെൽസ്. അപ്പോൾ എന്തുണ്ടാവുമെന്ന് വെച്ചാൽ ഇൻറ്റസ്റ്റൈനിലുള്ള സെൽസിനെ അറ്റാക്ക് ചെയ്യുന്നതോട് കൂടിയിട്ട് എൻട്രൈറ്റിസ് ഉണ്ടാവും. അപ്പോൾ അതിനെ സംബന്ധിച്ച ലക്ഷണമായിട്ടുള്ള ഛർദിയും വയറ്റുന്നു പോക്കും കാണാൻ തുടങ്ങും. പ്രഗ്നൻ്റ് ആയിട്ടുള്ള പൂച്ചകളാണ് വെച്ചാൽ ഇതേപോലെ ആക്റ്റീവ്ലി ഡിവൈഡിങ് സെൽസിന് ഈ വൈറസ് അറ്റാക്ക് ചെയ്യുന്നതുകൊണ്ട് അത് അബോർട്ട് ചെയ്ത് പോകാനുള്ള ചാൻസും കൂടുതലാണ്. പക്ഷേ ഇനിയിപ്പോൾ ഗർഭകാലത്തിൻ്റെ അവസാന സമയത്ത്, അതായത് 2 ആഴ്ച മുന്നേ ഒക്കെയാണ് ഈ വൈറസ് ശരീരത്തിൽ വരണമെങ്കിൽ ഈ പൂച്ചകളുടെ ബ്രെയിനെയാണ് ഈ വൈറസ് എഫക്റ്റ് ചെയ്യുക. അത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. ഒരു 3 ആഴ്ച കഴിഞ്ഞ് ഈ പൂച്ചക്കുട്ടികൾ നടക്കാനൊക്കെ തുടങ്ങുമ്പോഴാണ് നമ്മൾ ശരിക്ക് ഇതിൻ്റെ പ്രശ്നം മനസ്സിലാവുക. കാരണം എന്ന് വെച്ചാൽ അവർക്ക് നടക്കാൻ ഒരു ഇൻകോർഡിനേഷൻ, അതായത് നടക്കാൻ പറ്റാത്ത അവസ്ഥ, കൈയും കാലും ഒരുമിച്ച് വെക്കാൻ പറ്റാത്ത അവസ്ഥ, അങ്ങനെയൊക്കെ ഉണ്ടാവും. പിന്നെ അതുപോലെ കാഴ്ചയും ബാധിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അസുഖത്തിന് പൂച്ചക്കുട്ടികളിൽ വോബ്ലി കാറ്റ് സിൻഡ്രോം എന്നും പറയും. സിൻഡ്രോം എന്ന് പറഞ്ഞത് ഒരു ഗ്രൂപ്പ് ഓഫ് സിംറ്റംസിനെയാണ്. ഒരുപാട് ലക്ഷണങ്ങൾ കൂടിയിട്ടാണ് സിൻഡ്രോം എന്ന് നമ്മൾ പറയാം. വോബ്ലി കാറ്റ് സിൻഡ്രോം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നടക്കാനുള്ള ബുദ്ധിമുട്ട്, പിന്നെ അതുപോലെ ഒരു ചെറിയ വിറയൽ പോലെ ഉണ്ടാവും, പിന്നെ അതുപോലെ തന്നെ കാഴ്ചക്കുറവ്.
ഇത് മൂന്നും സംഭവിക്കുന്നത് ഇതിൻ്റെ ബ്രെയിനിലുള്ള സെറിബെല്ലാർ ഏരിയനെ എഫക്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ്. ഞാനിപ്പോൾ പറഞ്ഞതൊക്കെ തന്നെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ. വയറിളക്കം, പനി, പിന്നെ ഛർദി, രക്തക്കുറവ്, രക്തം വളരെയധികം കുറയും, പിന്നെ അതുപോലെ ഈ വോബ്ലി ക്യാറ്റ് സിൻഡ്രോം, ഇങ്ങനെയൊക്കെയാണ് വെച്ചാലും ഏറ്റവും കൂടുതൽ മരണം സംഭവിക്കാനുള്ള കാരണം ഡീഹൈഡ്രേഷനാണ്. ഡീഹൈഡ്രേഷനും അനീമിയയും, അതായത് രക്തക്കുറവുമാണ് ഇങ്ങനെ പൂച്ചകളിൽ നിന്ന് നമുക്ക് നഷ്ടപ്പെടുന്നതിനുള്ള പ്രധാന കാരണം. 5 മാസത്തിന് താഴെയുള്ള പൂച്ചക്കുട്ടികൾ മരിച്ചു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡീഹൈഡ്രേഷൻ മാറ്റാനും രക്തക്കുറവിനുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്. പിന്നെ പ്രതിരോധം കുറയുന്നത് കാരണം അത് തടയാൻ വേണ്ടിയിട്ടും നമ്മൾ മറ്റ് ട്രീറ്റ്മെൻറ്റ്സ് എടുക്കേണ്ടി വരും, അതായത് ആൻറ്റിബയോട്ടിക്സ് ഒക്കെ പോലെ. ഇതിനെതിരെ വാക്സിനേഷൻ അവൈലബിൾ ആണ്. ഒരുപാട് സ്ഥലങ്ങളിൽ ഈ അസുഖം കുറയാനുള്ളതിൻ്റെ ഒരു മേജർ കാരണം ഈ വാക്സിനാണ്. അതുപോലെ തന്നെ ഒരിക്കൽ ഈ അസുഖം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ അസുഖം വരാനുള്ള സാധ്യത വളരെ കുറവാണ്. ഈ അസുഖം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ, ഒന്ന് കൂടുതൽ പൂച്ചകളുള്ള ഒരു വീടാണെങ്കിൽ നമ്മൾ ഈ അസുഖം വന്നിട്ടുള്ള പൂച്ചേനെ പരിചരിക്കുന്നതിനൊപ്പം തന്നെ മറ്റു പൂച്ചകളിലേക്ക് ഈ അസുഖം വരാണ്ടിരിക്കാനും ശ്രദ്ധിക്കണം. അതായത് ആ പൂച്ചേനെ മാക്സിമം ഐസൊലേറ്റ് ചെയ്ത് നിർത്താനും അതുപോലെ അതിൻ്റെ ഭക്ഷണപാത്രവും വെള്ളപാത്രവും ഒന്നും മറ്റു പൂച്ചകളിൽ ഉപയോഗിക്കാണ്ട് നോക്കാനും, പിന്നെ ഈ പരിചരിക്കുന്ന സമയത്ത് കഴിയുന്നതും മറ്റേ കോട്ട് മാതിരി അങ്ങനെ എന്തെങ്കിലും ഇടാനും, ഇനിയിപ്പോൾ അത് പറ്റില്ല വെച്ചാൽ നമ്മുടെ പഴയ ടീഷർട്ടോ അല്ലെങ്കിൽ ഷർട്ടോ അങ്ങനെ എന്തെങ്കിലും ഇട്ടിട്ട് മാത്രം ആ പൂച്ചേനെ നോക്കാനും ശ്രദ്ധിക്കുക. ഈ അസുഖത്തിൽ നിന്ന് ആ പൂച്ച കംപ്ലീറ്റ് ആയിട്ട് റിക്കവർ ചെയ്തതിന് ശേഷം ആ ഷർട്ടും എല്ലാതും നമ്മൾ കത്തിച്ച് തന്നെ കളയണം. പിന്നെ അവർ യൂസ് ചെയ്ത ഭക്ഷണപാത്രം നല്ലപോലെ സ്റ്റെറിലൈസ് ചെയ്തതിന് ശേഷം മാത്രം വീണ്ടും ഉപയോഗിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ വൈറസ് നിലത്തൊക്കെ ഒരുപാട് കാലം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ പൂച്ചക്കുട്ടീനെ, ഈ അസുഖം വന്നിട്ടുള്ള പൂച്ചേനെ എവിടെയാണോ പരിചരിച്ചത് അവിടെ കോൺസെൻട്രേറ്റഡ് ബ്ലീച്ചിങ് പൗഡർ വെച്ചിട്ട് തന്നെ കഴുകേണ്ടതാണ്. ഈ അസുഖം വരാതെ തടയാനുള്ള ഒരേ ഒരു വഴി എന്ന് പറയുന്നത് വാക്സിനേഷനാണ്. പക്ഷെ നമ്മുടെ നാട്ടിൽ ഈ വാക്സിൻ എടുക്കാൻ വേണ്ടിയിട്ട് അധികം പേരൊന്നും വരുന്നത് ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല. അതിനർത്ഥം ഈ അസുഖത്തിനെ കുറിച്ച് അധികം പേർക്ക് അറിയില്ല എന്നാണ്. സോ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ട് വെച്ചാൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാം. മാത്രമല്ല, ഇങ്ങനെ വല്ല അസുഖങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയണമെങ്കിൽ ഡു ഫോളോ മൈ ചാനൽ ദ വെറ്റ് വോയേജസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.